നമസ്കാരം. ഇത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ വിജയലക്ഷ്മി ഓംലെറ്റ് സെൻ്ററാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 300-ൽ പരം വെറൈറ്റി ഓംലെറ്റ് കിട്ടും എന്നുള്ളതാണ്. വലിയ ഫേമസ് ആയിട്ടുള്ള കോയമ്പത്തൂരിലെ ഒരു ഓംലെറ്റ് സെൻ്ററാണ്. ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള മുട്ടകളുടെ ഐറ്റംസ് നമ്മൾ സത്യം പറഞ്ഞ് ഞെട്ടിക്കുന്നതാണ്. നമ്മൾ അവിടുത്തെ ഒരു മെനു കാർഡുണ്ട്, അത് നോക്കി ഓർഡർ ചെയ്താൽ മതി. പേര് ചിലതൊക്കെ തമിഴിലും ചിലതൊക്കെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഒരു ബിരിയാണി, എഗ് ബിരിയാണി എന്ന് വെച്ചാൽ അത് വേറെ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അതുപോലെ ചുക്ക, സ്പെഷ്യൽ പബ്സ്, ചിന്താമണി, ഇഷ്ടം പോലെ ഐറ്റം. അതൊക്കെ ഞാൻ ഒറിജിനൽ ഈ കാടയുടെ ഐറ്റം. അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇന്ന കിടിലും ടേസ്റ്റ് അറിയാം, അടിപൊളിയായിരുന്നേ, സൂപ്പറായിരുന്നു. ഈ കോയമ്പത്തൂർ വരുന്ന ആൾക്കാർ ഈ ഒരു കട മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇവിടുത്തെ മുട്ട വിഭവങ്ങൾക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു അവിടെ ഈ മലയാളികളൊക്കെ വേറെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ഇവരുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇവരുടെ നമ്പർ കിട്ടും. വിജയലക്ഷ്മി ഓംലെറ്റ് സെൻ്റർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കാരണം ഞങ്ങൾ ഒരു 3-4 ദിവസം കൊണ്ട് ഈ ഒരു കട തിരക്ക് നടക്കുമായിരുന്നു. പക്ഷേ കട അവിടെ ചെല്ലുമ്പോഴെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ വീണ്ടും ഒന്ന് വിളിച്ചു നോക്കി. ആദ്യമായിട്ടാണ് ഇന്നലെ വിളിക്കുന്നത്, ഇതിന് മുമ്പ് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ ഗൂഗിളിൽ നമ്പർ എടുത്ത് അങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെല്ലുന്നത്. അഡ്രസ്സും ഫോൺ നമ്പറും ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. YCR സ്റ്റേഷൻ ബിഹൈൻഡ് ബെത്തക്കൊണ്ടൂർ ഹോസ്പിറ്റൽ, അശോക് നഗർ, ബാലാജി അവന്യൂ, സെൽവപുരം സൗത്ത്, കോയമ്പത്തൂർ. ഫോൺ നമ്പർ താഴെ കിടപ്പുണ്ട്. ഞാൻ ഇത്രയും ഇതായിട്ട് കൊടുക്കുന്നത് വെച്ചാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കടയാണ്. കോയമ്പത്തൂർ വരുമ്പോൾ ട്രൈ ചെയ്യേണ്ട ഒരു കടയായതുകൊണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ രുചികളിൽ ഈ ഒരു മുട്ട വിഭവങ്ങൾ കഴിക്കാൻ പറ്റും. വേറെ എവിടെ ചെന്നാലും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ സാധിക്കത്തില്ല. ഇത്രയും ഇതിലുള്ള മസാലയൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. കോയമ്പത്തൂർ വന്നതിന് ശേഷം മിക്കവാറും ഇവിടെയുള്ള തട്ടുകളെല്ലാം കയറി. ഇവിടെ നിരാശയായിരുന്നു ഫലം. 2-3 ഒഴിച്ചു. അതിൻ്റെ അത് ഞാൻ പേരെടുത്ത് പറയാം. തലാതലപതി എന്ന് പറഞ്ഞ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. കിടിലമായിരുന്നു. കവാലി കിടിലമായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും സൂപ്പറായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ദോശയൊന്നുമില്ല. ഇവിടെ ഉള്ളി മുട്ടയുടെ വെറൈറ്റി ഐറ്റംസ്. എന്തായാലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് കോയമ്പത്തൂർ വന്നാൽ. പിന്നെ എത്ര ഇതുണ്ട് ദോശ? എത്ര ടൈപ്പ് ഓംലെറ്റ് ഉണ്ട്? அதாவது 280, 280, மொத்தம் 320 வெரைட்டி അവിടെ പ്രിന്റ് നിപ്പാട്ടിയിരുന്നു ടോട്ടൽ. എത്ര നാളായി കട? എത്ര നാളായി തുടങ്ങിയിട്ട്? 15 വർഷം ആச்சு. 15 വർഷം. ഇടയ്ക്ക് 2-3 ദിവസം ഇത് ഓപ്പൺ ആയില്ലല്ലോ, എന്തായിരുന്നു? அப்படிங்களா? நேற்று டிவி நிறைய பேர் வந்துட்டு பொண்ணுக்கு வந்து வளகாப்பு ஜெயில் நட்டோம் 20 நாள் நான் வளகா போட்டு ஃபங்க்ஷன் നമ്മുടെ പേരെന്തോ? മീനാക്ഷി കുമാർ. കടയുടെ പേര് വിജയലക്ഷ്മി. അമ്മ പേര് വിജയലക്ഷ്മി. ഓക്കെ, ശരിയാ.